ഹായ് വ്യൂസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗരം മസാലയ്ക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കൊടുത്ത് ഞങ്ങളിപ്പോൾ നാട്ടിലാണുള്ളത്. ഞങ്ങളിപ്പോൾ നാട്ടിലൂടെയും ഞങ്ങളുടെ തോട്ടത്തിലൂടെയും ചെറിയൊരു വിസിറ്റ് നടത്തുകയാണ്. അതിലോട്ട് നിങ്ങൾക്കും സ്വാഗതം. കൂടെയുള്ളത് ഫൗസിയാൻ്റെ ബ്രദർ ഫൈസൽ. അവൻ്റെ പേര് ഫൈസലാണ്. ഞങ്ങൾ ഫൈസലുകളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ഗ്രാമവും തോട്ടവും എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളെ ഒരു പക്ക ഗ്രാമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിലൂടെ ഒരു ചെറിയ ഓട്ടപ്രദർശനം നമുക്ക് നടത്താം. ലെറ്റ്സ് ഗോ. അതെന്താ ഇത് കുളിച്ചിട്ടില്ലല്ലോ. ആ അപ്പൊ എന്നെ കുളിപ്പിക്കാം. ഞങ്ങളിവിടെയുള്ള പ്രധാനമായ കൃഷികളിൽ ഒന്നാണ് റബ്ബർ. ഇപ്പോൾ റബ്ബർ തോട്ടത്തിലൂടെയാണ് പോകുന്നത്. എന്റെ സിസ്റ്ററിന്റെ മോൾ വഫ ഫാത്തിമയാണിത്. പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബസ് വെയിറ്റിംഗ് ഷെഡാണിത്. ഇന്നിങ്ങനെയൊന്നും കാണാറില്ല. ഇതൊരു കല്യാണ വീടാണ്. പഴയ നാട്ടുംപുറത്തിലുള്ള രീതിയിലുള്ള ഒരു കല്യാണ വീടാണിത്. വളരെ റെയർ ആയിട്ട് ഇങ്ങനെ കാണാറുള്ളൂ. ഇപ്പോഴധിക പേരും ഓഡിറ്റോറിയത്തിലാണ് കല്യാണമെല്ലാം നടത്തുന്നത്. തത്തയുടെ ഷേപ്പുള്ള ഒരു ഫ്ലവർ ആണിത്. പണ്ടെല്ലാം ഈ ചെടി ചട്ടിയിൽ വളർത്തുന്നതായിരുന്നു. കഴിഞ്ഞാ ഈ തോട്ടത്തിന്റെ താഴെയായി ഒരു പുഴയും ഒഴുകുന്നുണ്ട്. ഇത് ഷോർട്ടർ കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്ത റബ്ബറാണ്. റബ്ബറിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കൃഷികൾ കാണാം. മൈ ഹോം മൈ വില്ലേജ് എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നല്ല ഗ്രീനിഷ് ആയി കാണുന്ന പാടമാണിത്. ഇപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ചക്കയും മാങ്ങയും എല്ലാം വളരെയധികം കുറവാണ്.
നാട്ടിൽ വന്നാൽ ഏതൊരു പ്രവാസിയെയും പോലെ തന്നെ ഒരു ചക്കക്കൂട്ടാനെങ്കിലും കഴിക്കണം. അതായത് ചക്ക എരിശ്ശേരി. അതിനു വേണ്ടിയുള്ള ചക്കയാണിത്. ചക്ക എരിശ്ശേരിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല. നല്ല മട്ട അരിച്ചോറും ചക്കക്കൂട്ടാനും പപ്പടവും നാടൻ കോഴി വരട്ടിയതും പയറു തോരനും തക്കാളി പരിപ്പ് കറിയും എല്ലാം കൂട്ടി നല്ലൊരു ഉച്ചയൂണ്. ഇത് ചെറിയാണ്. ഇരുമ്പിക്ക, ഇരുമ്പാമ്പുളി അങ്ങനെയെല്ലാം അറിയപ്പെടുന്നതാണിത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഇത് ഓറഞ്ച് ആണ്. പുളി അധികമില്ലാത്ത മാങ്ങയാണിത്. ഇനി നമുക്ക് പാടത്തോട്ട് പോകാം. മുളയാണിത്. ചെറുതാകുമ്പോൾ കൈയെല്ലാം മുറിയുകയാണെങ്കിൽ ഈ ചെടിയുടെ നീരാണ് തേക്കാറ്. കരിമ്പനയാണിത്. പാലക്കാടിന്റെ മാത്രം പ്രത്യേകതയാണ് കരിമ്പന. ഗൾഫിലെ പാർക്കിലെല്ലാം നനച്ചു വളർത്തുന്ന ചെടിയാണിത്. ഇവിടെ റോഡ് സൈഡിൽ അങ്ങനെ ഉണ്ടാവുകയാണ്. ഈ പാടത്ത് പ്രധാനമായി കൃഷി ചെയ്യുന്നത് വാഴയാണ്. തെങ്ങ്, കുരുമുളക് ഇവയും ഈ പാടത്തുണ്ട്. കൂടാതെ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മാതള നാരങ്ങയാണ്. ഇത് കൊക്കോയാണ്. വെയിലും ചൂടും കാരണം കുളത്തിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ ആണിത്. ചെറുതാകുമ്പോൾ പടക്കെന്ന് പറഞ്ഞ് കയ്യിൽ അടിച്ചു പൊട്ടിച്ചിരുന്നതാണിത്. ഇത് മുള്ളുകായാണ്. ചെറുതാകുമ്പോൾ പഴുത്ത മുള്ളുംകായ കഴിക്കാത്തവർ കുറവായിരിക്കും. ഇനി ഒരു ചോദ്യം. തൊടുമ്പോൾ എന്തുകൊണ്ടാണ് തൊട്ടാവാടി വാടിപ്പോകുന്നത്? പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? വെള്ളം ഒഴുകിയിരുന്ന കൈത്തോടാണിത്. കുരുമുളകാണിത്. മൂത്ത് വരുന്നേ ഉള്ളൂ. ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷി കൂടെ ഉണ്ട് ഇവിടെ. നമുക്കിനി അത് കാണാം. മുള്ളുമരമാണിത്. ഈ കിണറിന്റെ അടിയിൽ പാറയാണ്. അതുകൊണ്ട് തന്നെ ഏത് ചൂടിലും ഈ കിണറിലെ വെള്ളം നല്ല തണുപ്പായിരിക്കും. കാന്താരി മുളകാണിത്. ഇവിടെ ഗ്രോ ബാഗിലും ചാക്കുകളിലും മണ്ണിലുമാണ് കൃഷി ചെയ്യുന്നത്. ഇത് വഴുതനയാണ്.
തക്കാളി, പടവലം, കോളിഫ്ലവർ ആണിത്. പനിക്കൂർക്കയാണിത്. കുട്ടികൾക്ക് സ്ഥിരമായി പനിക്കൂർക്ക കൊടുക്കുന്നത് നല്ലതാണ്. പച്ചച്ചീര, മുളക്, വെണ്ട, പച്ചവഴുതന, ചേമ്പ്, അലോവേറ ഇവയെല്ലാം ഉണ്ട് ഇവിടെ. ഇത് അത്തിയാണ്. സപ്പോട്ടയാണിത്. ചീമക്കൊന്ന പൂത്തിട്ടുണ്ട്. ഇരുളമ്പഴത്തിന്റെ മരമാണിത്. മുരിങ്ങ, നെല്ലി, കറിവേപ്പില ഇവയുടെ മരങ്ങളാണിത്. പുതുതായി മുളച്ചു വരുന്ന വിത്താണിത്. കോവയ്ക്കാണിത്. വെള്ളത്തണ്ടാണിത്. ചെറുതാകുമ്പോൾ സ്ലൈറ്റ് എല്ലാം തുടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് വെള്ളത്തണ്ട്. ഇത് പീച്ചങ്ങയാണ്. മൂത്തിട്ടില്ല, മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ ബ്രോയിലർ കോഴിയെയും അതുപോലെ തന്നെ നാടൻ കോഴിയെയും വളർത്തുന്നുണ്ട്. മീറ്റർ പയറാണിത്. കുമ്പളം, പാവയ്ക്ക, ഇത് ചോളമാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള നെല്ലാണിത്. മുറ്റത്തെ ചെടിയിൽ അടക്കാക്കുരുവി കൂട് വെച്ചിട്ടുണ്ട്. 2 പക്ഷിക്കുട്ടികളുണ്ട്. AM UP സ്കൂൾ വാഴമ്പുറം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂളാണിത്. ഇപ്പോഴിത് ഹൈടെക് സ്കൂളാണ്. മണ്ണാർക്കാട് താലൂക്കിലെ ആദ്യത്തെ ഹൈടെക് സ്കൂളാണിത്. മണ്ണാർക്കാടുള്ള ഫേമസ് ആയ നൊട്ടമല വളവാണിത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ പാലമാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മല അട്ടപ്പാടി മലയാണ്. സൈലന്റ് വാലി ഈ അട്ടപ്പാടി മലയിലാണ് ഉള്ളത്. മുഴുവൻ ദിവസത്തെ ചുറ്റലിനു ശേഷം വീട്ടിലെത്തി. Thanks for watching.